അവൾക്ക് മനസ്സിലായി പെട്ടു എന്നുള്ളത്. മേക്കപ്പാ കുട്ടി കുട്ടി അതല്ലേ ഇവിടെ കടന്നു കളിക്കുന്നത്. അതിപ്പോ തീയതിയിൽ പെട്രോളിങ്ങിനിടയിൽ മൂവാറ്റുപുഴ റോഡിൽ ചെട്ടിക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ഥലത്തൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. ആ വെയിറ്റിംഗ് ഷെഡിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുകയും പെൺകുട്ടീൻ്റെ അടുത്ത് വാഹനം നിർത്തി ഇവിടെ എന്താ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി ആകെ പരിഭ്രമിക്കുന്നത് കണ്ടു. അപ്പോൾ കയ്യിലൊരു ബാഗും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാഗിൽ എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പം കുട്ടി ആകെപ്പാടെ പരിഭ്രമിക്കുന്നൊരു പെൺകുട്ടിയാണ്. അപ്പം കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ജാർഖണ്ഡ് സ്വദേശിയാണ്, ദശ്മി നാഗ് എന്നാണ് പേരെന്ന് പറഞ്ഞു. ബാഗ് ഒന്ന് തുറന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ബാഗ് തുറന്ന് കാണിച്ചു. ബാഗ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സിബ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ സിബ് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ അതിലൊരു പ്ലാസ്റ്റിക് കവറിൽ ഒരു വെളുത്ത പൊടി കണക്ക് എന്തോ സാധനം ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അത് ആ സമയത്ത് അവിടെ കൂടി കുറേ ആൾക്കാരൊക്കെ അപ്പോൾ അവിടെ കൂടി. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ വെളുത്ത ക്രിസ്റ്റൽ രൂപത്തിലുള്ള MDMAക്ക് സമാനമായിട്ടുള്ള സാധനമാണെന്ന് മനസ്സിലായി നമുക്ക്. അപ്പോൾ ഈ ദശ്മി നാഗിനോട് ചോദിച്ചതിൽ അവർ ഇത് MDMA ആണെന്നും ഇതിവിടെ അടുത്തുള്ള കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ചില്ലറ വിൽപ്പനയ്ക്കായിട്ട് സ്വന്തം നാട്ടിൽ നിന്ന്, ജാർഖണ്ഡ് സ്വദേശിനിയാണ്, ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും സമ്മതിക്കുകയുണ്ടായി. തുടർന്ന് കണ്ടുകിട്ടിയ ഈ MDMA ഞങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്ന ത്രാസിൽ തൂക്കി നോക്കിയതിൽ 9.1 ഗ്രാം ഉള്ളതായിട്ട് കണ്ടു. തുടർന്ന് ഇവരുടെ ദേഹപരിശോധന നടത്തേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിറവം പോലീസ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം സ്ഥലത്തെത്തുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഈ ലേഡിയുടെ ദേഹപരിശോധന നടത്തിയതിൽ കൂടുതൽ ഒന്നും കണ്ടെത്താനില്ല, മറ്റു വ്യാജങ്ങളൊന്നും കണ്ടുകിട്ടിയില്ല. ആകെ കണ്ടുകിട്ടി ഈ 9.1 ഗ്രാം MDMA സീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്.